പി ദിവ്യയ്ക്ക് വീഴ്ച പറ്റിയെന്ന മുഖ്യമന്ത്രി CPM കോഴിക്കോട് ജില്ലാ സമ്മേളന വേദിയിലായിരുന്നു പരാമർശം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ല. വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായ നടപടിയായില്ല. ഇത് മനസ്സിലാക്കിയാണ് പാർട്ടി നടപടിയെടുത്തത് എന്നും മുഖ്യമന്ത്രി. EP ജയരാജനെതിരെയും വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് ദിവസത്തെ EP-യുടെ പ്രസ്താവനകൾ ദോഷം ചെയ്തെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, പി ദിവ്യയുടെ രീതികൾ തെറ്റായി പോയി എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേപോലെ EP ജയരാജനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, CPM കോഴിക്കോട് ജില്ലാ സമ്മേളന വേദിയിലാണ് വെച്ചാണ് മുഖ്യമന്ത്രി ഈ ഒരു പരാമർശം നടത്തിയത്. അതായത് ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് പ്രതിനിധികൾ ചില വിമർശനം ഉന്നയിച്ചു. പി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വാർത്തകൾക്കനുസരിച്ചാണ് പാർട്ടി നടപടി എടുത്തത്. ഇത് ശരിയായില്ല എന്ന ചില വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പി ദിവ്യക്ക് എതിരായ നടപടി അത് ശരിയായ രീതിയിൽ തന്നെയാണ് പാർട്ടി എടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പരാതി പറഞ്ഞില്ല. കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന രീതിയാണ് ദിവ്യ ചെയ്തത്. ഇത് ശരിയായ നടപടിയല്ല. ഒപ്പം തന്നെ വിളിക്കാത്ത പരിപാടിക്ക് പോയി ഇങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ശരിയായില്ല. ഇതൊക്കെ പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി എടുത്തത് എന്നാണ് മുഖ്യമന്ത്രി ഈ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് അംഗങ്ങളുടെ പാർട്ടിക്കെതിരായ നടപടിക്കെതിരായ വിമർശനങ്ങൾക്ക് മറുപടി പറയവെയാണ് ദിവ്യയുടെ വീഴ്ച തുറന്നു കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ മറുപടിയായി പ്രസംഗിച്ചത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ചർച്ചയ്ക്കിടെ മുൻമന്ത്രി EP ജയരാജനെതിരെയും വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇടപെടലുകളുമാണ് ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അംഗങ്ങൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പ്രത്യേകിച്ചും പ്രകാശ് ജാവ്ദേക്കർ വിഷയവും ഒപ്പം തന്നെ EP-യുടെ ആത്മകഥ പുസ്തകം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പിന്റെ മുൻപ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഈ വിവാദങ്ങളെല്ലാം എന്ന വിമർശനം ഉന്നയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെല്ലാം ഇത്തരം വീഴ്ചകൾ EP-ക്കുണ്ടായിട്ടുണ്ട്. അത് EP-യോട് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പാർട്ടി ഈ കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തിരുത്തൽ നടപടികളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു പരാമർശം കൂടി നടത്തി. അതായത് സമ്മേളനത്തിൽ EP ജയരാജനെതിരെ കടുത്ത വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനുള്ള മറുപടിയും നൽകി എന്നുള്ളതാണ്. പ്രതിനിധി ചർച്ച ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന നടപടികളാണ് നടക്കേണ്ടത്. ശരി ഷഹീദ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.